എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമ്മുടെയൊക്കെ ഗൃഹങ്ങളിൽ രാവിലെയും സന്ധ്യയ്ക്കും വിളക്ക് തെളിയിക്കാറുണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തിന് മുമ്പും സന്ധ്യയ്ക്ക് സൂര്യാസ്തമയത്തിന് തൊട്ട് മുമ്പുമായിട്ട് നമ്മൾ വിളക്ക് തെളിയിക്കാറുണ്ട്. അതിപ്പോൾ ഓരോ സ്ഥലത്തും ചിലപ്പോൾ ഓരോരുത്തരും ചെയ്തു വരുന്ന രീതികൾ പലതായിരിക്കും. ചിലരാണെങ്കിൽ 2 തിരി കിഴക്കോട്ട് മാത്രം ഇട്ടിട്ട് കത്തിക്കുന്ന ആൾക്കാരുണ്ട്. ചിലരാണെങ്കിൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ഓരോ തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട്. ഇനി 5 തിരിയിട്ട് കത്തിക്കുന്നവരുണ്ട്. എന്തു തന്നെയായാലും നമ്മൾ വിളക്ക് ഈ 2 നേരവും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാറുണ്ട്. തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിക്കാൻ കൂടി ശ്രമിക്കണം. നമ്മുടെ എല്ലാ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് എല്ലാ കുട്ടികളാണെങ്കിൽ അവരെയും പ്രായമായവരെ എല്ലാവരും ഒരുമിപ്പിച്ച് കുറച്ച് നേരമെങ്കിലും വിളക്കിൻ്റെ മുമ്പിലിരുന്ന് നാമം ജപിക്കാൻ എല്ലാവരെയും പ്രേരിപ്പിക്കുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ വിളക്ക് കൊളുത്തുന്ന കാര്യത്തിൽ നമ്മൾ ഈ വിളക്കിൽ നമ്മൾ എണ്ണ ഒഴിച്ച് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഒഴിച്ചിട്ടാണ് നമ്മൾ വിളക്ക് കൊളുത്താറ്. ഓരോരുത്തർക്കും ഏതാണോ സൗകര്യം വെച്ചാൽ അതൊഴിച്ച് നമ്മൾ അതുപോലെയാണ് നമ്മൾ ചെയ്യാറ്. അവനവൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഈ വിളക്കിലെ തിരി സ്വാഭാവികമായിട്ട് എണ്ണയൊക്കെ വറ്റി ആ തിരി അങ്ങനെ കിടുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അഥവാ ഈ തിരി അവിടെ കുറച്ച് നിൽക്കുമല്ലോ, അത് എടുത്തിട്ട് നമ്മൾ ബാക്കി ആ തിരി തന്നെ പിറ്റേ ദിവസം കത്തിക്കരുത്. ആ വിളക്കും മാറ്റി വിളക്ക് കഴുകിയിട്ട് വേണം പിറ്റേ ദിവസം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഈ തിരി നമ്മൾ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ വിളക്ക് കൊളുത്തിയിട്ട് കെട്ട തിരി ഉണ്ടല്ലോ, ആ തിരി നമ്മൾ പലപ്പോഴും അവിടെയും ഇവിടെയും ഇടുന്നത് ഒട്ടും ശരിയല്ല. അല്ലെങ്കിൽ നമ്മളിത് കഴുകാൻ കൊണ്ടുപോകുമ്പോൾ പുറത്തേക്ക് അങ്ങനെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുണ്ടാവും, അതും ശരിയല്ല. നമ്മൾ ഈ കെട്ട തിരിയെ, അതായത് എണ്ണ വറ്റിയിട്ട് കെട്ടിരിക്കുന്ന ആ വിളക്കിലെ തിരി പിറ്റേ ദിവസം നമ്മൾ മാറ്റുമല്ലോ. തിരി എല്ലായ്പ്പോഴും ഇന്ന് രാവിലെ കത്തിച്ച് കെടുത്തി വെച്ച തിരി നമുക്ക് വൈകുന്നേരം അത് തന്നെ ആ വിളക്ക് തന്നെ ഉപയോഗിക്കാം. പിറ്റേ ദിവസം നമ്മൾ പുതിയ വിളക്ക് ആണല്ലോ ഉപയോഗിക്കുന്നത് കത്തിക്കാനായിട്ട്. അപ്പോൾ ഈ പഴയ തിരി നമ്മൾ എന്താണ് ചെയ്യാറ്? ഈ പഴയ തിരി വിളക്ക് കഴുകാൻ എടുക്കുമ്പോൾ അതോട് കൂടിയിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ചിലപ്പോൾ പൂക്കളൊക്കെ വെച്ച് അലങ്കരിക്കും. താലത്തിൽ, വിളക്കൊരു താലത്തിലാവുമല്ലോ വെക്കുക, ആ താലത്തിൽ പൂക്കളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ഇതും അങ്ങനെ വലിച്ചെറിയും. ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടാവും. ചിലരൊന്നും ചെയ്യാറുണ്ടാവില്ല. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ ഈ തിരി നമ്മൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മളത് കത്തിച്ച് കളയുകയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളയുക. ചവിട്ടി നടക്കുന്ന സ്ഥലത്ത് ഇടരുത്. അതല്ലെങ്കിൽ കുളം അടുത്തുണ്ടെങ്കിൽ കുളത്തിലോ അല്ലെങ്കിൽ പുഴയിലോ ഒക്കെ സൗകര്യം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടിടുക. അതൊക്കെ ബുദ്ധിമുട്ടാവും ഇന്നത്തെ ഒരു കാലത്ത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചവിട്ടാത്ത സ്ഥലത്തെങ്കിലും കൊണ്ടിടുക തിരി. ഇനി ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഈ തിരി എല്ലാം ബാക്കിയുള്ള തിരികളൊക്കെ എടുത്തിട്ട്, പല ആൾക്കാർക്കും ഈ 2 തിരിയിലധികം തിരികളുണ്ടാവും. ചിലപ്പോൾ തുളസിത്തറയിൽ വെക്കുന്ന തിരി ഉണ്ടാവും. വേറെ ഉപ്പുദീപം കത്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേറെ തിരി ഉണ്ടാവും. കുബേരദീപം വയ്ക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ വേറെ വേറെ തിരികളുണ്ടാവും. അപ്പോൾ കുറേ എണ്ണം തിരി ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മളൊരു മൺപാത്രത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ കൂടെ ഒരു സാമ്പ്രാണിയും കൂടി കത്തിച്ച് വെച്ചിട്ട് ഇത് കത്തിച്ച് കളയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. കാരണം ഈ തിരി എന്നുള്ളത് കത്തിക്കാനുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് കത്തിച്ച് കളഞ്ഞു വെച്ചിട്ട് നമുക്കൊരു ദോഷവും വരില്ല. കത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ തിരി ഉണ്ടാക്കുന്നത്. അതിൻ്റെ തിരി കത്തിക്കാനുള്ളൊരു സാധനമാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്കി വന്ന ആ തിരി നമ്മൾ കത്തിച്ച് തന്നെ കളയുക. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ. എല്ലാവിധ ഐശ്വര്യങ്ങളും നമ്മളെ കുടുംബത്തിലുണ്ടാവും. പ്രത്യേകിച്ചും ഈ പൂജാ സാധനങ്ങളൊക്കെ അലക്ഷ്യമായിട്ട് വലിച്ചെറിയാണ്ടിരിക്കുക, അവിടെയും ഇവിടെയും കൊണ്ട് കളയാണ്ടിരിക്കുക. അതിനൊക്കെ കൃത്യമായിട്ടൊരു സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പൂവായാലും ഇതൊക്കെ പ്രസാദങ്ങളൊക്കെ കിട്ടും, അതൊക്കെ അവിടെയും ഇവിടെയും കൊണ്ടിടാണ്ട് അതിൻ്റേതായ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക. പൂക്കളൊക്കെ ആണെങ്കിൽ അത് ചവിട്ടാത്തടത്ത് കൊണ്ടിടുക. അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ ഇതെന്ത് ചന്ദനാണെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കും, പൂവും ഉണ്ടാവുമല്ലോ കൂടെ. അപ്പോൾ ഇത്തരമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കുറച്ചൊന്ന് സൂക്ഷ്മതയോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുക. എല്ലാ ഐശ്വര്യങ്ങളും നമ്മളെ കുടുംബത്തിനെ തേടി വന്നോളും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ശുദ്ധമായിട്ട് നമ്മൾ ചെയ്യുക. മനസ്സിൽ അത്രയും ശുദ്ധവൃത്തിയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും ഫലം ഉണ്ടാവും. നമ്മൾ ആ ഫലത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, അത് തന്നെ വന്നോളും. നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇതിൻ്റെ റിസൾട്ട് നാളെ തന്നെ വേണം അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമ്മൾ ചെയ്യുന്ന കാര്യം ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുക. ഭഗവാനോടുള്ള നമ്മുടെ ആ ഒരു സമീപനം അത് ഏറ്റവും ആത്മാർത്ഥമായിട്ടായിരിക്കുക. ഏറ്റവും നല്ല രീതിയിലായിട്ട് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഭഗവാനിലേക്ക് സമർപ്പിക്കുക.
അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ എന്ത് വിഷമവും നമുക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ചില ആളുകൾക്ക് ഇതൊക്കെ അറിയുന്നുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത് മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.